എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നമ്മുടെ നിത്യാനന്ദ ആശ്രമത്തിൻ്റെ സ്റ്റേയും ഞാനിവിടെ വന്ന കാര്യവും ഒക്കെ പറഞ്ഞിരുന്നു. അത് ശനിയാഴ്ചയായിരുന്നു, 29-ാം തീയതി. ഫുൾ ഡേ എനിക്ക് വേണ്ടി ഇവിടെ ചെലവിടാൻ വേണ്ടി ഞാൻ കുറേ പ്ലാൻസ് ഇട്ടു. അതുപോലെ എല്ലാം നടന്നു. രാവിലെ ഇവിടെ വന്ന് എത്തി നിത്യാനന്ദ കേവ്സിൽ ഗുഹയിലിരുന്ന് നല്ലപോലെ ധ്യാനം ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് ഗുരുവനം പോയി. ഗുരുവനം ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഇരുന്ന് സൂര്യഗ്രഹണ സമയം മൊത്തം 2 തൊട്ട് 6 വരെ കുറേ മന്ത്രങ്ങളൊക്കെ ജപിച്ചു, എല്ലാം ചെയ്തു. പിന്നെ രാത്രി ഇവിടെ വന്നു. അപ്പം ഇന്നലെയും ഇന്നുമായിട്ട് ഒരു ക്രിയായോഗ ക്ലാസ് വേണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ഡിസംബറിൽ വന്നപ്പം കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടു. ടീച്ചർ, ഞങ്ങൾക്ക് ഒന്നും തിരുവനന്തപുരം വരെ വരാൻ വയ്യ, എല്ലാവർക്കും വരുന്നത് നടക്കുന്ന കാര്യമല്ല, ടീച്ചറിങ്ങി വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാൽ കൊള്ളാം എന്നൊക്കെ. അപ്പം ഞാനും വിചാരിച്ചു, ശരി, എല്ലാവർക്കും അങ്ങനെ ഒന്നും ട്രാവൽ ചെയ്ത് എടുത്തടിച്ച് വരാനൊന്നും ഒക്കത്തില്ല. അതുമാത്രമല്ല, എനിക്കിവിടെ വന്നാൽ ഇവിടെ ആശ്രമത്തിൽ തങ്ങാം. കുറച്ച് രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഫുഡും ഉണ്ട്, രാത്രിയും ഉണ്ട്, ഫുഡുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ഗുരുനാഥനായ നിത്യാനന്ദയുടെ ഗുഹയിലിരുന്ന് എനിക്ക് ആവശ്യത്തിന് മെഡിറ്റേറ്റ് ചെയ്യാം. അവിടെ വന്ന് തങ്ങുന്നതും മറ്റവർക്ക് എനിക്കറിഞ്ഞ ശകലം ജ്ഞാനത്തിനെ ബോധിക്കുന്നതിലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതെല്ലാം എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൂടെയാണ്. അപ്പം ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ ക്രിയായോഗ ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് പേര് വന്നിരുന്നു. അപ്പം രാവിലെ 10 തൊട്ട് 12 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ 12-ന് ഗുരുദേവിൻ്റെ പൂജയുണ്ടായിരുന്നു. പിന്നെ അന്നദാനം ഉണ്ടായിരുന്നു. പിന്നെ 1:30 തൊട്ട് 3:30 വരെ വീണ്ടും ക്ലാസ്. അപ്പോൾ നല്ല ഡിസ്കഷനും ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. വളരെ സന്തോഷത്തോടെയാണ് അവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഇന്നും അവർ 10 മണിക്ക് വരും. 10 തൊട്ട് 4 വരെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം മണി 9:20 രാവിലെ. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് ഇവിടെ ഒരു നല്ല ഒരു കുളമുണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് കുറച്ചും കൂടെ ഗുരുദേവ് നിത്യാനന്ദ നടത്തിയ അതിശയങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ എനിക്ക് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് മലയാള ചാനലിൽ മാത്രമാണ് ഞാൻ ഈ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആശ്രമത്തിൻ്റെ തൊട്ട് പുറയിലാണ് റെയിൽവേ ട്രാക്ക്. അതിൻ്റെ ട്രെയിൻ വരുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എല്ലാം കൊണ്ടും നല്ല ഒരു അന്തരീക്ഷമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഞ്ചേശ്വരത്തിൽ ഗുരുദേവൻ കാണിച്ച അതിശയങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മഞ്ചേശ്വരം അടുത്ത ഉള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പം ഈ മഞ്ചേശ്വരത്ത് നിത്യാനന്ദ സ്വാമി ഇങ്ങനെ സ്ഥലമായിട്ട് പോവുക. അവർ പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്തൊന്നും ഇരിക്കത്തില്ലല്ലോ. കുറച്ച് നാൾ ഒരു ഇരിക്കുമ്പം പോലും അവർക്ക് ആശ്രമവും കെട്ടണം, ആശ്രമത്തിനകത്തിരിക്കണമെന്നൊന്നുമില്ല. അവർ ആൽച്ചോട്ടിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഒരു മൂലയിലോ അങ്ങനെയൊക്കെയാണ് അവർ താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ മഞ്ചേശ്വരത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറേ നാൾ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് മിണ്ടാതിരുന്നു. അപ്പം ഗുരുദേവ് വിചാരിച്ചത് മൗനവ്രതമാണ്. അപ്പം മൗനത്തിലിരിക്കുമ്പോൾ ഒന്നും മിണ്ടത്തില്ല. അങ്ങനെ കുറേ നാളിരുന്നപ്പം ആൾക്കാർക്ക് ഒരു ക്യൂരിയാസിറ്റി, ആ മൗനത്തിനെ കലയ്ക്കണമെന്ന്. ക്യൂരിയാസിറ്റി എന്നല്ല, ഒരു നല്ല ഒരു ചിന്തയല്ലല്ലോ അത്. ഒരു സ്വാമിജി വന്ന് മൗനത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് നമ്മളാലായ സഹായം ചെയ്തു കൊടുക്കണം, അല്ലാതെ അതിനെ കലയ്ക്കാനല്ല നോക്കേണ്ടത്. പക്ഷേ അവിടുത്തെ ചില വിഷമികൾ അദ്ദേഹത്തിന് ഒരുപാട് തൊന്തരവുകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഗുരുദേവന് ഒരു അനക്കവും ഇല്ല, ആ മൗനത്തിൽ തന്നെ ഇരുന്നു. അതിൽ ഒരുത്തൻ ഈ തേങ്ങ പൊളിക്കുന്ന തൊണ്ടുണ്ടല്ലോ, അത് കുറച്ച് കൊണ്ടുവന്ന് ഗുരുദേവിൻ്റെ ഇടുപ്പി കെട്ടി തീ വെച്ചു. എന്നിട്ടും ഗുരുദേവ് അനങ്ങിയില്ല. പിന്നെ ആൾക്കാർ പറയാറുണ്ട്, ഗുരുദേവിൻ്റെ ഒടുക്കം വരെ ആ ദേഹത്ത് ആ തൊണ്ട് വെച്ച് കെട്ടി പുണ്ണായ സ്ഥലങ്ങളുടെ പാട് ഒടുക്കം വരെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ആളുകളുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെയല്ല, ഒരുപാട് പേര് ഗുരുദേവിനെ സഹായിച്ചു. പക്ഷേ 1-2 ആൾക്കാർ ഇങ്ങനെയും ഉണ്ട്. പക്ഷേ ദേഹത്ത് തീ വെച്ചിട്ടും അനങ്ങാതെ അതേ മൗനവിരതത്തിലായിരുന്നു
കുറേ നാൾ. അതായിരുന്നു അവിടുത്തെ കാര്യം. പിന്നെ ഇവിടെ ഇതേ കാര്യത്തിൽ രമണ മഹർഷിയുടെ ഒരു സംഭവം കൂടെ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് രമണ മഹർഷിക്ക് ഒരു സമയം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പം ഡോക്ടേഴ്സ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ അനസ്തീസിയ കൊടുക്കാം, മയക്കമരുന്ന് തന്നിട്ട് ചെയ്യാമെന്ന്. രമണ മഹർഷി പറഞ്ഞു, ഒരു മയക്കമരുന്നിൻ്റെ ആവശ്യമില്ല, എൻ്റെ ദേഹത്ത് എൻ്റെ ദേഹത്തിനേലേ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ആത്മാവിനെ അല്ലല്ലോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 4-5 മണിക്കൂർ നീണ്ടു നിന്ന ഓപ്പറേഷനിൽ പോലും ഒരു പ്രാവശ്യം പോലും ഒരു അയ്യോ വേദനിക്കുന്നു എന്നോ ഒരു അനക്കവുമില്ല. കംപ്ലീറ്റ് കോഓപ്പറേഷനോടുകൂടി ഒരു അനസ്തീസയും കൊടുക്കാതെയാണ് ഡോക്ടേഴ്സിന് ചെയ്തു തീർക്കാൻ പറ്റിയത്. അപ്പം ഇതൊക്കെ അപ്പം നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു അവധൂതനായി. ഇപ്പം ഈ അവധൂതൻ എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ദേഹത്തിനെ കുറിച്ചുള്ള യാതൊരു പ്രജ്ഞയും ഇല്ല. ഇപ്പം വലിയ വലിയ മഹാന്കൾ ലൈക്ക് രമണ മഹർഷിയും സ്വാമി നിത്യാനന്ദയൊക്കെ അങ്ങനത്തെ ലെവലിലെത്തി. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വേറെ 1-2 കാര്യങ്ങൾ ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതായത് M.A.K. റാവ് എന്ന ഒരാൾ, അപ്പം അങ്ങേരുടെ ബന്ധുവിൻ്റെ ഒരു കല്യാണം അങ്ങേരെ എടുത്ത് നടത്തി. അപ്പം മഞ്ചേശ്വരത്തായിരുന്നല്ലോ നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദ. അപ്പം നിത്യാനന്ദയെ വിളിച്ച് മര്യാദ കൊടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ നിത്യാനന്ദയെ വിളിച്ചു. ഇതിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. അതായത് ഈ മഞ്ചേശ്വരത്ത് വേറൊരു മന്ത്രവാദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അപ്പയ്യ ആൽവ എന്നാണ്. അപ്പം ശരിക്കും ഒരു മന്ത്രവാദിയാണ്. അപ്പം ഈ അപ്പയ്യ ആൽവയ്ക്ക് അവിടുത്തെ രീതി എന്തുവാന്ന് വെച്ചാൽ, ഞാനാണ് ഏറ്റവും വലിയ ആൾ, എന്നെ കവിഞ്ഞ ആരുമില്ല എന്നുള്ള ഒരു ഒരു വിചാരം. അപ്പം എവിടെ പോയാലും അതങ്ങനെ കാണിക്കും. അപ്പം അദ്ദേഹത്തിന് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ മന്ത്രങ്ങൾ ജപിക്കും, എന്തെങ്കിലുമൊക്കെ അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കും. അങ്ങനെ ഏതോ ഒരു കച്ചേരി ഏർപ്പാട് ചെയ്തിരുന്നപ്പം ഈ അപ്പയ്യ ആൽവയെ അവർ സ്വീകരിച്ചില്ല വെച്ചാൽ വിളിച്ച് കൊടുക്കേണ്ട മര്യാദയൊന്നും കൊടുത്തില്ല. അപ്പം ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇദ്ദേഹം എന്താ ചെയ്തു, കച്ചേരി പാടാൻ വന്ന ആളിനെ തൊണ്ടയെ പിടിച്ച് കെട്ടിയെന്ന് വെച്ചാൽ മന്ത്രം പറഞ്ഞ് തൊണ്ടയെ പിടിച്ച് കെട്ടി. അങ്ങേർക്ക് പാടാൻ വന്ന ആളിന് വായി തുറക്കാൻ വയ്യാതെ പോയി. അങ്ങനെ കച്ചേരി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പം ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ അപ്പയ്യ ആൽവ എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള മന്ത്രവാദിയാണ്. ഓക്കെ. ഇപ്പം ഇവിടെ ഈ M.A.K. റാവ് നടത്തിയ കല്യാണത്തിൽ അപ്പയ്യ റാവിനെ ആൽവായിനെ വലുതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അദ്ദേഹത്തിന് നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദയെ വിളിച്ച് മര്യാദ കൊടുത്ത് തന്നെ ഒരു സ്പെഷ്യൽ സീറ്റൊക്കെ കൊടുത്ത് ഇരുത്തി. അപ്പം ഇദ്ദേഹത്തിന് അത് പിടിച്ചില്ല. ആർക്ക്? ഈ അപ്പയ്യ ആൽവായിക്ക്. ഇങ്ങേര് ഒരു കുറച്ച് പുകയില എടുത്ത് ഇലയിലിട്ട് ചുരുട്ടി ഗുരുദേവ് നിത്യാനന്ദയുടെ അടുത്ത് കൊണ്ടുവന്ന് ഇത് കഴിക്കണമെന്ന് നിർബന്ധിച്ചു. ഗുരുദേവ് പറഞ്ഞു വേണ്ട എന്ന്. അപ്പം കുറേ നിർബന്ധിച്ചപ്പം ഈ കല്യാണം ഏർപ്പാട് ചെയ്ത റാവും വന്ന് പറഞ്ഞു, അദ്ദേഹത്തിനെ നിങ്ങൾ നിർബന്ധിക്കരുത്, വിട്ടേക്ക് എന്ന് പറഞ്ഞു. മന്ത്രവാദിക്ക് സഹിക്കുന്നില്ല അത്. അപ്പം എന്തോ ചെയ്തു, ഗുരുദേവിൻ്റെ വായിൽ കൂടെ തിണിച്ചു വെച്ചു. അപ്പോഴത്തേക്ക് ഗുരുദേവ് ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ അത് ചവച്ച് തിന്നപ്പോഴത്തേക്ക് ദേഹം അങ്ങ് വല്ലാണ്ട് വിയർത്ത് കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് ഈ അപ്പയ്യ ആൽവായ്ക്ക് ദേഹം വിറയ്ക്കാൻ തുടങ്ങി, വയറങ്ങ് വീങ്ങി വെറുത്തു. അപ്പോഴത്തേക്ക് ഈ അപ്പയ്യ മന്ത്രവാദിയുടെ കൂടെ ഉള്ള കുറച്ച് ഫ്രണ്ട്സ് കാണുമല്ലോ, അവരെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബോധം കെട്ട് 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അവിടെ തന്നെ മരിച്ചു. അപ്പം ഇത് നല്ല ഒരു അവധൂതിനെ അവമര്യാദ കാണിക്കുമ്പം കിട്ടുന്ന ദണ്ഡനയാണ്, അതിൻ്റെ പണിഷ്മെൻ്റാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പം കുറേ നാളുകൾ കഴിഞ്ഞ് ആരോ നമ്മുടെ നിത്യാനന്ദ എടുത്ത് കേട്ടു. 1953 ഇതൊക്കെ ഈ വർഷങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ബുക്കിൽ. ഇങ്ങനെ നിത്യാനന്ദ സ്വാമി എന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കാത്ത കൂട്ടത്തിലാണ്, എപ്പോഴെങ്കിലും എന്തെങ്കിലും സംസാരിക്കും. അങ്ങനെ ഒരു ഭക്തൻ പോയി ചോദിച്ചു, ഇങ്ങനെ ഈ മന്ത്രവാദിയെ കൊന്നല്ലോ, അത് കൊല്ലുന്നതല്ല, മന്ത്രവാദി മരിച്ചല്ലോ, അതിനെ ഇടവരുത്തിയത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പം സ്വാമിജി ഒന്നും പറഞ്ഞില്ല. അത് അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങ്
പക്ഷേ എല്ലാവർക്കും അത് നല്ലപോലെ മനസ്സിലായി. നമ്മുടെ സ്വാമിജിയെ ഗുരുദേവിനെ നിർബന്ധിച്ച് ആ പുകയില എന്തോ മന്ത്രം ജപിച്ച് നിത്യാനന്ദയെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ അടയാളമാണ് തിരിച്ചടിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകേണ്ടത്. ഓക്കെ, അതുപോലെ വേറെ മഞ്ചേശ്വരത്ത് തന്നെ ഒരു ഭക്തൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കാലുവേദന, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. അപ്പം ഈ ഭക്തൻ സ്വാമിജിയെ വന്നപ്പം സ്വാമിജി ഒരു മരത്തിൻ്റെ ഉച്ചാണിക്കൊമ്പിൽ ഇരിക്കുക. എപ്പോഴും ഈ മരത്തിൻ്റെ മേളിൽ കയറിയിരിക്കുന്നത് സ്വാമിജിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ മരത്തിൽ കയറിയിരിക്കും. അപ്പം ആൾക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പം അവിടുന്ന് ഇല പറിച്ചിടുന്നതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇലയൊന്നും പറിച്ചിട്ടില്ല, മിണ്ടാതിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഭക്തന് വലിയ പ്രയാസമായിപ്പോയി. അപ്പം തിരിച്ച് ഭക്തൻ വീട്ടിൽ പോയിട്ട് അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് സ്വാമിജി എടുത്ത് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും സ്വാമിജി അതേ മരത്തിൽ ആണ് ഇരിക്കുന്നത്. അപ്പം അമ്മയും മോനും കൂടെ നിന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ കാലുവേദനയുണ്ട്, മാറ്റിത്തരണേ എന്നൊക്കെ. അപ്പോഴത്തേക്ക് 2 ഇല എടുത്തിട്ടിട്ട് അങ്ങ് മിണ്ടാതിരുന്നു, ഒന്നും സംസാരിച്ചില്ല. അപ്പം ഇവർ 2 പേരും തിരിച്ച് വീട്ടിൽ പോയപ്പം വീട് തുറന്നപ്പം മേൽക്കൂരയിൽ നിന്ന് നിത്യാനന്ദ സ്വാമി ഇറങ്ങി വന്ന് അമ്മയുടെ കാല് പിടിച്ച് നല്ലപോലെ തിരുമ്മി കൊടുത്തിട്ട് അപ്പം തന്നെ അപ്രത്യക്ഷമായി. എവിടുന്നാ പോയെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ആ നിമിഷം തൊട്ട് ആ അമ്മയുടെ കാല് വേദന എവിടെ പോയി എന്ന് അറിഞ്ഞൂടാ. അത്രയ്ക്ക് സ്വസ്ഥമായിട്ട് അതിന് പിന്നെ കഴിഞ്ഞുകൂടി. അപ്പം ഇങ്ങനെയൊക്കെയാണ് അത്രയും പവർഫുള്ളായിട്ടുള്ള മിറാക്കിൾസ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഈ ബുക്ക് നിറച്ച് അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതേപോലെ മാംഗ്ലൂർ ഓരോ സ്ഥലത്തായിട്ട് പോവുകയാണ്. അപ്പം മാംഗ്ലൂരിൽ ഇങ്ങനെ കുറച്ച് നാൾ അവിടെ തങ്ങിയിരുന്നു. അപ്പം ഒരു ദിവസം എല്ലാവരും പൂച്ചം അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ ഗുരുദേവൻ സമാധിയാകാൻ പോകുന്നു. അപ്പം ഗുരുദേവൻ ഒരു ഭക്തൻ്റെ വീട്ടിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് ഗുരുദേവൻ പത്മാസനത്തിലിരുന്ന് കണ്ണടച്ചിരുന്നു. ഇരിക്കുമ്പോഴത്തേക്ക് ദേഹം അങ്ങനെ മുറുക്കി നല്ല സ്ട്രോങ് ആയി അതേ ഇരിപ്പിൽ 3 ദിവസം ഒറ്റ ഇരിപ്പിലിരുന്നു. അപ്പോഴത്തേക്ക് സമാധിയായി എന്നുള്ള വിചാരത്തിൽ ഡോക്ടറെയൊക്കെ കൊണ്ടുവന്നു. ഡോക്ടറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ജീവനില്ല എന്ന് പറഞ്ഞ്. അപ്പം ഉടനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഏർപ്പാടുകൾ നടക്കുന്നു. അപ്പം ആരുടെ വീട്ടിൽ താമസിച്ചോ അവർക്ക് ഉടനെ തന്നെ ഗുരുദേവിനെ കൊണ്ടുപോയി ദഹിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ മനസ്സില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം എന്ന്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പം 3-ാമത്തെ ദിവസം ഉച്ചയായപ്പം പതുക്കെ ദേഹത്ത് അനക്കങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ അനക്കങ്ങൾ വന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നു. അങ്ങനെ ചോദിച്ചു. കുറേ ആൾക്കാരിങ്ങനെ കൂട്ടമായിട്ട് ചുറ്റിയിരിക്കുക. അപ്പം അവർ ചോദിച്ചു, സ്വാമി ഈ 2 ദിവസം എന്തു പറ്റി, എന്തുവാണ്? അപ്പം ഒരുപാടൊന്നും സംസാരിക്കത്തില്ലല്ലോ. പറഞ്ഞു, ഞാൻ 2 ദിവസം സിദ്ധലോകത്ത് പോയിരുന്നു. സിദ്ധലോകത്തിൽ പോയി രാമകൃഷ്ണ പരമഹംസരെ കണ്ടു, സ്വാമി വിവേകാനന്ദരെ കണ്ടു. 2 ദിവസം ഞാൻ അവിടെ പോയിട്ട് വരുമായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. അപ്പം സ്വാമി മുക്താനന്ദയും ഈ സിദ്ധലോകത്ത് പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ആത്മാക്കൾ മരിക്കുമ്പം അവർക്ക് പല ലോകങ്ങളിലും വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. മഞ്ചേശ്വരത്തിൽ നിന്ന് ഉടുപ്പി, മുൽക്കി, മാംഗ്ലൂർ അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം മാംഗ്ലൂരിൽ നിന്ന് 18 മൈൽ ദൂരത്തിലാണ് ഈ മുൽക്കി എന്നുള്ള ഒരു സ്ഥലം. അവിടെ ഈ വെങ്കടരാവ് എന്ന ഒരു വലിയ ഒരു കാശുള്ള നല്ല ഒരു മനുഷ്യൻ അവിടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോന് വയറ്റിളക്കം, തീരാത്ത വയറ്റിളക്കം, എന്ത് മരുന്ന് കൊടുത്തിട്ട് നിൽക്കുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് വെങ്കടരാവ്. ഈ വെങ്കടരാവ് വിചാരിച്ചു, നമ്മുടെ ഗുരുദേവിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചാലോ കൊച്ചിനെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വാതിൽ തുറന്നപ്പം അവിടെ ഗുരുദേവ് വരാന്തയിലിരിക്കുന്നു.
അങ്ങനെ ഗുരുദേവിനെ അകത്ത് വിളിച്ചു, കുഞ്ഞിനെ കാണിച്ചു. കുഞ്ഞിനെ മടിയിൽ ഗുരുദേവ് വാങ്ങിച്ച് കിടത്തി, വയറ്റിൽ നല്ല പോലെ ഇങ്ങനെ മസാജ് ചെയ്തു. അപ്പോഴത്തേക്ക് വയറ്റിൽ നിന്ന് ഭയങ്കര ദുർഗന്ധമുള്ള മലം വെളിയിൽ വന്നു. അത് ഗുരുദേവിൻ്റെ ദേഹത്തൊക്കെ മലം മൂത്രമൊക്കെ ആയി. എന്നാലും അവർ അതൊക്കെ വേണ്ടതുപോലെ എല്ലാം ക്ലീൻ ചെയ്തു. പക്ഷേ ആ നിമിഷം തൊട്ട് കുഞ്ഞിന് അസുഖം മാറി. അങ്ങനെ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിട്ട് അങ്ങേര് ആ കുഞ്ഞ് വളർന്നു. രമേശ് റാവു എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. അയാൾ പിന്നെ ഒരു ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ ചേർന്നു. കുറേ വർഷങ്ങൾ നല്ല ആരോഗ്യത്തോടെ തന്നെ അതിന് പിന്നെ ജീവിച്ചു. അപ്പം 1961 നമ്മുടെ ഗുരുദേവ് സമാധിയാവുന്നതിൻ്റെ മുമ്പേ ഈ രമേശ് റാവു, അതായത് ഏത് കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് ഈ മലമൊക്കെ പോക്കി റെഡിയാക്കിയോ ആ രമേശ് റാവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഗുരുദേവിൻ്റെ രൂപം പ്രത്യക്ഷമായി. പക്ഷെ അങ്ങേര് അതിനെ വലുതായിട്ട് എടുത്തില്ല. അടുത്ത ദിവസം ഗുരുദേവിൻ്റെ സമാധിയെക്കുറിച്ച് ന്യൂസ് പേപ്പറിൽ വായിച്ചപ്പോഴാണ് മനസ്സിലായേ, സമാധിയായതുകൊണ്ട് അതിനു മുമ്പേ നമുക്കൊരു കാക്ഷി തന്നതാണ്, ഒരു ഇത് കിട്ടിയതാണ് നമുക്ക് എന്നുള്ളത് മനസ്സിലായി. അപ്പം ഈ കൊച്ചിനെ നേരെയാക്കിയ പിന്നീട് ഗുരുദേവ് പറഞ്ഞ് വലിയ ഒരു അന്നദാനത്തിന് ഏർപ്പാട് ചെയ്യുന്നു. അപ്പം ഈ വെങ്കടറാവുവിന് നല്ല പൈസയുള്ള പാർട്ടിയാണ്. അങ്ങനെ കുറേ ആൾക്കാർക്ക് അന്നദാനത്തിന് റെഡിയാക്കി. ഇത് കേട്ട് ആയിരക്കണക്കാന ആൾക്കാർ അവിടെ വന്നു അന്നദാനത്തിന്. അപ്പോഴത്തേക്ക് വെങ്കടറാവുവിന് പേടിയായിപ്പോയി. ഗുരുദേവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഒരുപാട് ആൾക്കാർ വരുന്നു, ഞാൻ ചെയ്തു വെച്ച പാചകം പറ്റുമോ എന്ന് തോന്നുന്നില്ല. അതെന്താ, ശരി വാ എന്ന് പറഞ്ഞ് ഗുരുദേവ് എല്ലാ പാത്രത്തിലും ഒരു കരണ്ടി ഇട്ടിങ്ങനെ കൈകൊണ്ട് കലക്കിയിട്ട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, കൊടുത്തോ. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് കഴിച്ചേ പിന്നീടും എല്ലാവരും വന്നു പോയ പിന്നീടും അവിടെ പാചകം ചെയ്തതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ഗുരുദേവിൻ്റെ മഹിമ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം ഉടുപ്പിയിൽ കുറച്ച് നാൾ താമസിച്ചു. ഉടുപ്പി കൃഷ്ണൻ കോവിലിൽ എപ്പോഴും വരുമായിരുന്നു. അപ്പം ഞങ്ങളും എപ്പോഴും മാംഗ്ലൂർ പോകുമ്പം മൂകാംബിക ഇപ്പോൾ തൊഴുതിട്ട് വരുമ്പം ഉടുപ്പി, ധർമ്മസ്ഥല ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. എപ്പോഴും ഉടുപ്പി കൃഷ്ണൻ കോവിലിൽ പോയി ഞങ്ങൾ ദർശനം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അവിടെ കുറേ നാളിരുന്നു. അപ്പോൾ ഉടുപ്പിയിലെ കൃഷ്ണൻ കോവിലിൽ ഇരുന്നപ്പം അവിടെ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു കൃഷ്ണഭക്തർ വന്നു നമ്മുടെ ഗുരുദേവനെ കാണാൻ. അപ്പം ഉത്തർപ്രദേശിലെ ആ കൃഷ്ണഭക്തൻ ഇങ്ങനെ ആലോചിച്ച്, എനിക്ക് കൃഷ്ണനെ കാണണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിന് മനസ്സിലൊരു അശരീരി പോലെ ഒന്ന് കേട്ടു. അദ്ദേഹം അവിടെ അശരീരി എന്ത് കേട്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ഉടുപ്പിയിൽ നിങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റും എന്ന്. അങ്ങനെ ഉത്തർപ്രദേശിൽ നിന്ന് അങ്ങേര് ഉടുപ്പി കൃഷ്ണൻ കോവിലിൽ തേടി വന്നപ്പം കണ്ടത് നമ്മുടെ ഗുരുദേവിനെയാണ്. അപ്പോൾ ഗുരുദേവിനെ കണ്ടപ്പോഴത്തേക്ക് ആ സ്വപ്നത്തിൽ അശരീരി കേട്ടത് ഇദ്ദേഹത്തിന് നല്ല പോലെ മനസ്സിലായി. അപ്പം ഗുരുദേവാണ് കൃഷ്ണ പരമാത്മാവിൻ്റെ ഇനിയൊരു അവതാരമാണ് ഗുരുദേവ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അതുമാത്രമല്ല, രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കുറേ നേരം ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കിക്കൊണ്ടിരുന്നു. ഒരു സംസാരവുമില്ല. ആ മൗനത്തിൽ കൂടെ തന്നെ അവർ ഒരുപാട് നേരം സംഭാഷണം നടത്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.